നമസ്കാരം. പൊക്കിളിന് ചുറ്റും നേരിയ രീതിയിൽ വെള്ളം വരുന്ന ചില പ്രയാസങ്ങൾ കാരണമാണ് 9 വയസ്സുള്ള മുഹമ്മദ് ഇയാസിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കാണിക്കുന്നത്. തുടർന്ന് ഡോക്ടർമാർ ഒരു ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും ഇതിനായി അനസ്തേഷ്യ ഡോക്ടറുടെയും സർജറി ഡോക്ടറായ സുനിൽ ചന്ദ്രന്റെയും ഒക്കെ ഡേറ്റുകൾ സംഘടിപ്പിക്കാനും ആവശ്യപ്പെട്ടു. തുടർന്ന് പല കടമ്പകളും കടന്ന് ഇവരുടെ ഡേറ്റുകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞ ദിവസമാണ് ഇയാസ് എന്ന 9 വയസ്സുകാരനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ 8:30 മണിക്ക് തുടങ്ങിയ ശസ്ത്രക്രിയ 11:30 മണിയോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ചിരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കടന്നുപോയ ഇയാസ് എന്ന 9 വയസ്സുകാരൻ തിരിച്ചു വരുന്നത് ജീവനറ്റ ശരീരമായിട്ടാണ്. അഷ്റഫ് സഖാഫി ബുഷ്ര ദമ്പതികളുടെ ഇളയ മകൻ, അതായത് 3ാമത്തെ മകനായിരുന്നു മുഹമ്മദ് ഇയാസ്. കഴിഞ്ഞ ദിവസം വരെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന തൻ്റെ കുട്ടിയെ താൻ കൊണ്ടുപോയി കൊലപ്പെടുത്തി കളഞ്ഞു എന്നുപോലുള്ള ഒരു വികാരമാണ് ആ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത്. വേണ്ടായിരുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോൾ ആ രക്ഷിതാക്കളുടെ ഉള്ളിലുള്ളത്. എന്നാൽ മരണകാരണം കണ്ടെത്താൻ കുട്ടിയെ വെട്ടിമുറിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ ആ രക്ഷിതാക്കളുടെ ഹൃദയം വീണ്ടും നിശ്ചലമാകുകയാണ്. അതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് അറിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. അത്രമാത്രം ഈ ദമ്പതികൾ ഇയാസിനെ സ്നേഹിച്ചിരുന്നതാണ്.